മമ്മിയുടെ അമ്മ മരിച്ചു പോയിട്ട് ഒരു 1.5 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നോക്കിയാലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഡെത്ത് സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു. ഞാനത് സബ്മിറ്റ് ചെയ്തു. അത് സബ്മിറ്റ് ചെയ്ത് അവർ എനിക്കൊരു ഡിസിഷൻ എടുത്ത് പറഞ്ഞു, നിനക്ക് ഒരു പ്രസൻറ്റേഷനുള്ള ഒരു അവസരം കൂടെ തരാം, അത് ഫെയിലാവാതെ നോക്കണം, ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ കോഴ്സ് ഫെയിലാവും എന്നുള്ളത്. അപ്പോൾ ഒരവസരം കിട്ടി. അതിൽ ഞാൻ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ തന്നെ ഒരു അസൈൻമെൻറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലാപ്ടോപ്പിന് കംപ്ലൈൻറ്റ് വന്നത് മൂലം ഞാൻ ഫ്രണ്ടിൻ്റെ ലാപ്ടോപ്പിലാണ് സബ്മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ഫയൽ നെയിം ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് എൻ്റെ ഫയലിന് പകരം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫയൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു അനുഗ്രഹം കിട്ടി എന്ന് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് വീണ്ടും സീറോയിലോട്ട് എനിക്ക് വീണ്ടും പോകേണ്ടി വന്നു. ഈ സെയിം അവസ്ഥ തന്നെ നിൽക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അന്നാണ് ആദ്യമായിട്ട് വരുന്നത്. കാരണം എൻജിനീയറിങ് തീരുന്നത് വരെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ദൂരത്ത് പോയിട്ട് നിൽക്കുന്നതും. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങളും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഒരു അനുഗ്രഹം തന്നതിൻ്റെ പേരിൽ ഇനിയും എനിക്ക് എന്തായാലും അനുഗ്രഹം കിട്ടുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ച് എന്നും ഇതേപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ